നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. ഈ 10 ക്വസ്റ്റ്യൻസ് ഒരു 10 മിനിറ്റ് എടുത്ത് നമുക്ക് പഠിച്ചു തീർക്കാനും പറ്റും. ഉറപ്പായിട്ടും ഇതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയിലുണ്ടാവും. ഒന്നൊന്നല്ല, ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും 10 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ വിഷയങ്ങളിൽ നിന്നും പഠിച്ചു പോകുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത നല്ല പോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഭരണഘടനയിലെ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമേത്? ഇന്ത്യൻ ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആർട്ടിക്കിൾ 352 ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. എൻ്റെ കൂടെ ഇപ്പം ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇത് നമുക്ക് പിന്നീട് നോക്കേണ്ടി വരരുത്. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വരിക, അത് മാത്രമേ ഉണ്ടാകാവൂ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. ഒന്നാം ധനകാര്യ കമ്മീഷൻ ആരാണ്? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആരാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം. രണ്ടാമതായിട്ട് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. മൂന്നാമത്തെ ചോദ്യം, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങളെ രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദാണ് ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദാണ് ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. അപ്പോൾ ഏതൊക്കെ ചോദ്യമാണ് നമ്മൾ പഠിച്ചത്? ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമേത്? ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 3. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദാണ് ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഏഴാമത്തെ ചോദ്യം, ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്
ഗ്രാമസഭകൾ നിലവിൽ വന്നത്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 63 ആർട്ടിക്കിൾ 63 പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റ് ആരാണ്? പ്രതിഭാ പാട്ടീലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റ്. ആരാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റ്? പ്രതിഭാ പാട്ടീലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് എന്നാണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 63. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റാണ് പ്രതിഭാ പാട്ടീൽ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. നമുക്ക് 10 ചോദ്യങ്ങളും ഒന്നും കൂടി നോക്കാം. മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ചോദ്യം പറയുന്നതിനോടൊപ്പം ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. ഭരണഘടനയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 352. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാര്? KC നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 3. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 63. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റാണ് പ്രതിഭാ പാട്ടീൽ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ മാസം 13 വെറും 10 ചോദ്യങ്ങളാണ്. 10 മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക് ഈ ചോദ്യങ്ങൾ പഠിക്കാൻ. അങ്ങനെ ഈ എല്ലാ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ, ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ പരീക്ഷാ സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടാകും. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ്, കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.